Welcome back to our channel, Inspiring Depot. സിന്ധു നദീതട സംസ്കാരത്തിന്റെ തുടക്കം, അതിലേക്ക് എത്തിയത്, അതിന്റെ തെളിവുകൾ എങ്ങനെയാണ് ശേഖരിച്ചത്, ഏതൊക്കെ പേരുകളാണ് അത് അറിയപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യ ഭാഗത്തിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പൊതു സവിശേഷതകൾ പഠിക്കാനുണ്ട്. നമുക്ക് ഈ ഒരു സംസ്കാരത്തിന്റെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കേന്ദ്രങ്ങളുണ്ട് എന്നൊക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ പൊതുവായിട്ടുള്ള സവിശേഷതകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് നഗരാസൂത്രണവും നഗരവൽക്കരണവും, അല്ലെ? അപ്പോൾ മികച്ച നഗരാസൂത്രണവും നഗരവൽക്കരണവുമായിരുന്നു ഇവിടെ ഉണ്ടായത്. എങ്ങനെയായിരുന്നു അവർ നഗരം ഉണ്ടാക്കിയിരുന്നത്? ആസൂത്രിതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ കെട്ടിടങ്ങളുടെ പ്രത്യേകത, അവ ചുട്ട ഇഷ്ടികകൾ കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. തീയിൽ ചുട്ട് ഉണ്ടാക്കിയ ഇഷ്ടികകൾ ഉണ്ടായിരുന്നു, വെയിലത്ത് ഉണക്കിയെടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ ഇഷ്ടികകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചുട്ട ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച, വളരെ ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. മികച്ച റോഡുകൾ ഉണ്ടായിരുന്നു. റോഡുകൾ മട്ടകോണാകൃതിയിലാണ് റോഡുകൾ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ബൻവാലി എന്ന് പറയുന്ന കേന്ദ്രമുണ്ട്. ബൻവാലി, ഈ ഒരു കേന്ദ്രത്തില് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന റോഡുകൾ റേഡിയൽ ആകൃതിയിലാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, റേഡിയൽ ആകൃതിയിൽ, ഇങ്ങനെ റേഡിയൽ ആകൃതിയിലായിട്ടാണ് കോണുകൾ, ഈ പറഞ്ഞ റോഡുകൾ കാണാൻ പറ്റുന്നത്. ഇപ്പൊ സാധാരണ രീതിയിൽ മട്ടകോണ ആകൃതിയിലാണ് കോണുകൾ, ഈ പറയുന്ന റോഡുകൾ കാണുന്നത്. ഒരു റോഡ് അത് കഴിഞ്ഞ് അടുത്തതിനോട് കണക്ട് ചെയ്യുന്ന രീതിയിൽ മട്ടകോണ ആകൃതിയിൽ. എന്നാൽ ബൻവാലി എന്ന് പറയുന്ന ഹാരപ്പൻ കേന്ദ്രത്തിൽ നമുക്ക് റേഡിയൽ ആകൃതിയിലുള്ള റോഡുകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ചുരം കയറുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? റേഡിയൽ ആകൃതിയുള്ള റോഡുകൾ. അപ്പൊ അതുപോലെയുള്ള റോഡുകൾ. പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് മേൽപട്ടണവും കീഴ്പട്ടണവും. ഇത് കാണുന്നത് ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ, ഈ നഗരങ്ങളിൽ നിന്നാണ് മേൽപട്ടണത്തിന്റെയും കീഴ്പട്ടണത്തിന്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഈ നഗരങ്ങളിലാണ് ഇതുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. മേൽപട്ടണത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, സിറ്റാഡൽ. സിറ്റാഡൽ എന്ന് പറയുന്നത് കോട്ടയാൽ ചുറ്റപ്പെട്ട പട്ടണം എന്നും കൂടി സിറ്റാഡലിന് അർത്ഥമുണ്ട്. മേൽപട്ടണം. കീഴ്പട്ടണത്തിന്റെ പേരാണ് ലോവർ സിറ്റി. ലോവർ സിറ്റി എന്നുള്ളതാണ് കീഴ്പട്ടണം. അപ്പൊ ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ. അപ്പൊ എന്താണ് ഈ മേൽപട്ടണവും കീഴ്പട്ടണവും? ഈ പറഞ്ഞ മൂന്ന് കേന്ദ്രങ്ങളിലും രണ്ട് രീതിയിലാണ്, നഗരത്തിന്റെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നഗരത്തിനെ വേർതിരിച്ചിട്ടുള്ളത്. ഒരു ഭാഗം കുറച്ച് ഉയർന്നതാണ്. ആ ഉയർന്ന ഭാഗം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗമാണ്. ഇപ്പൊ നമ്മൾ മാപ്പ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, അല്ലെ? മാപ്പ് എടുത്തു വെച്ചിട്ട് നമ്മുടെ ഇടതുവശം നമ്മൾ പടിഞ്ഞാറായിട്ടും നമ്മുടെ വലതുവശം നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? കിഴക്ക് ഭാഗമായിട്ടും. അപ്പൊ അതുപോലെ ആലോചിച്ചാൽ മതി. പടിഞ്ഞാറ് ഭാഗം, ഈ പറഞ്ഞ ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ, ഈ നഗരങ്ങളുടെ പ്രദേശങ്ങളുടെ പടിഞ്ഞാറ് ഭാഗം കുറച്ച് ഉയർന്നിട്ടായിരുന്നു. സാധാരണ രീതിയിൽ ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്ന പ്രദേശമായിരുന്നു അത്. ആ ഉയർന്ന പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? മേൽപട്ടണം. അപ്പൊ ഇത് എവിടെയാണ്? പടിഞ്ഞാറ് ഭാഗമാണ് കുറച്ച് ഉയർന്നിട്ടുള്ളത്, മേൽപട്ടണം. അപ്പൊ അതാണ് സിറ്റാഡൽ എന്നറിയപ്പെടുന്നത്. ഈ മേൽപട്ടണത്തിന്റെ മറ്റൊരു പേരാണ് ഇത്, സിറ്റാഡൽ. അപ്പൊ ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന് തെളിവായിട്ട് കിട്ടിയത് എന്താ വെച്ചാൽ അസംബ്ലി ഹാളിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ കിഴക്ക് ഭാഗം, ഈ പറഞ്ഞിരിക്കുന്ന നഗരങ്ങളുടെ കിഴക്ക് ഭാഗം കീഴ്പട്ടണം, അതായത് സാധാരണ ജനങ്ങളുടെ വീടുകളോട് സാമ്യപ്പെടുത്തുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള ഒരു പ്രദേശത്തെ തന്നെ രണ്ട് ഭാഗങ്ങളായിട്ടുള്ള വേർതിരിവ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ശൗചാലയങ്ങളും കിണറുകളും വിശാലമായിട്ടുള്ള മുറ്റവും ഒക്കെയുള്ള ഭവനങ്ങൾ, ആസൂത്രിതമായിട്ടുള്ള തെരുവുകളുടെ രണ്ട് വശങ്ങളിലായിട്ടാണ് ഭവനങ്ങൾ ഉണ്ടായിരുന്നത്. ഓരോ തെരുവിന്റെയും രണ്ട് വശങ്ങളിലായിട്ട് പണിത ഭവനങ്ങൾ. ആ ഭവനങ്ങൾ തന്നെ ഒരു നിലയിൽ ഉള്ളതുണ്ട്, ബഹുനില കെട്ടിടങ്ങളായിട്ടുള്ള ഭവനങ്ങളുണ്ട്, ഒരു മുറി മാത്രം ഉള്ളതുണ്ട്, ഒരുപാട് മുറികളുള്ള ഭവനങ്ങളുണ്ട്. അപ്പൊ എല്ലാത്തിനും പൊതുവായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ശൗചാലയം ഉണ്ട്.
അതുപോലെ അതായത് ടോയ്ലറ്റ് സംവിധാനമുണ്ട്, കിണറുകളുണ്ട്, വിശാലമായിട്ടുള്ള മുറ്റമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇതാണ് നഗര ആസൂത്രണവും നഗരവൽക്കരണവും, അല്ലെ? വളരെ പണ്ട് കാലമാണെന്ന് ആലോചിക്കണം, അതായത് ക്രിസ്തുവിന് മുന്നേ. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം, അല്ലെ, ശൗചാലയമുണ്ട്, കിണറുകളുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു നഗരം, ആസൂത്രിതമായിട്ടുള്ള ഒരു നഗരമുള്ള നഗരം ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു എന്താണ് പ്രത്യേകമായിട്ടുള്ള ഒരു സവിശേഷതയാണ്. അപ്പൊ ഇത് ആണ് ഒരു പൊതു സവിശേഷത എന്ന് പറയുന്നത് ഇതിന് സിന്ധു നദീതട സംസ്കാരത്തിന്റെ. മികച്ച അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു. ഇതാണ് രണ്ടാമത്തെ പൊതു സവിശേഷത എന്ന് പറയുന്നത്. മികച്ചത് എന്ന് പറയാൻ കാരണമുണ്ട്. നമ്മളിപ്പോ കാണുന്ന രീതിയിൽ ഓരോ വീട്ടിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിയിട്ട് അതൊരു പൊതുവായിട്ടുള്ള ഒരു അഴുക്കുചാലിലേക്കാണ് എത്തിച്ചിരുന്നത്. ഓരോ വീട്ടിൽ നിന്നുള്ള മലിനജലം ശേഖരിച്ച് അത് ഓരോ അഴുക്കുചാലിലൂടെ വിട്ട് അത് പിന്നീട് നഗരത്തിന്റെ പ്രധാനപ്പെട്ട അഴുക്കുചാലിലേക്ക് ചേരും. മാത്രമല്ല, ഈ അഴുക്കുചാൽ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നതൊക്കെ നല്ല ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടാണ്. മാത്രമല്ല, ഇത് എന്താണ് പുറമേ നിന്ന് സ്ലാബ് കൊണ്ട് മൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് മലിനീകരണം ഉണ്ടാവുന്നുള്ള ഒരു പേടിയും വേണ്ട. ആ രീതിയിൽ വളരെ വിദഗ്ധമായ രീതിയിലാണ്, വളരെ മികച്ച രീതിയിലുള്ള അഴുക്കുചാൽ സംവിധാനമാണ് അന്ന് നിലനിന്നിരുന്നത്. അത് ചെറിയ ഗ്രാമങ്ങളായിക്കോട്ടെ, ചെറിയ പട്ടണങ്ങളായിക്കോട്ടെ, എവിടെ ആയാലും ഈ ഒരു രീതിയിലുള്ള അഴുക്കുചാൽ സംവിധാനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ അടുത്തത് വലിയ കുളം, മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ഏതാണ്? ഏത് കേന്ദ്രമാണ്? ഹാരപ്പൻ കേന്ദ്രമായിട്ടുള്ള മോഹൻജൊദാരോ. അപ്പൊ മോഹൻജൊദാരോയിലാണ് നമ്മുടെ മഹാസ്നാനഘട്ടം ഉള്ളത്. ഇതും ചുട്ട ഇഷ്ടികൾ കൊണ്ട് ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പൊ അവരുടെ നിർമ്മാണ വൈഭവം, അപ്പൊ അവരുടെ കഴിവ്, അതൊക്കെ പ്രകടമാക്കുന്ന രീതിയിലുള്ളൊരു നിർമ്മിതിയാണ് ഇത്. പിന്നെ ധാന്യപ്പുരകള്, ഗ്രാനറീസ്. ഇപ്പൊ ധാന്യപ്പുരകൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ധാന്യങ്ങളെ, അല്ലെ, ഇപ്പം നമ്മൾ പിന്നെ നെൽകൃഷി ചെയ്യുന്നവരാണെങ്കിൽ ആ നെല്ല് ഉണക്കി സംഭരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ ഉണക്കാനും സംഭരിക്കാനും, ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കാനും ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളാണ് ധാന്യപ്പുരകൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ധാന്യപ്പുരകളുടെ നിന്ന് സംശയിക്കുന്ന ചില കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ധാന്യപ്പുരകളാണെന്ന് ഉറപ്പിച്ചത് എന്താണ്? നമുക്ക് അതിന് തെളിവ് വേണമല്ലോ. ആ തെളിവെന്ന് പറയുന്നത് അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ചില ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. ധാന്യങ്ങളായിട്ടുള്ള ഗോതമ്പ്, ബാർലി, അതുപോലെ തിന, എള്ള്, അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന ധാന്യങ്ങൾ എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ അവർ കൃഷി ചെയ്തിട്ട് അവരുടെ ഭക്ഷ്യ ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചതിന് ശേഷം മിച്ചം വന്നവ അവിടെ തന്നെ സൂക്ഷിച്ചു വെക്കും, ഈ പറഞ്ഞ ധാന്യപ്പുരകളിൽ. മാത്രമല്ല, ഭരണാധികാരികൾക്ക് നികുതി ഇനത്തിലും എന്ത് കിട്ടുന്നുണ്ട്? ധാന്യങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ധാന്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടാണ് ധാന്യപ്പുരയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കുക മാത്രമല്ല ചെയ്തത്, ഗ്രാമങ്ങളിലാണല്ലോ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഗ്രാമീണർ ഉപയോഗിച്ച് മിച്ചം വന്നത് അവിടെ സൂക്ഷിച്ചു വെക്കുന്നു, ഭരണാധികാരികൾക്ക് നികുതി ഇനത്തിൽ കിട്ടിയതും അവിടെ സൂക്ഷിച്ചു വെക്കുന്നു. ഇത് നഗരവാസികൾക്കും കൂടി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതായത് ഗ്രാമത്തിലും നഗരത്തിലും ഓരോ പ്രദേശത്തും തുല്യമായിട്ട് ഇത് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്, ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഭരണ സംവിധാനമുള്ള പ്രദേശത്തിൽ മാത്രമേ എന്ത് ചെയ്യൂ, ഇത്തരത്തിൽ നല്ല രീതിയിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യത ഉണ്ടാവും. ഇതങ്ങനെയല്ല, എല്ലായിടങ്ങളിലും ഒരുപോലെ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മികച്ച രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്നുള്ള തെളിവാണ് അവിടുത്തെ ധാന്യപ്പുരകൾ. കൃഷിയും മൃഗപരിപാലനവും, അതാണ് അഞ്ചാമത്തെ പൊതു സവിശേഷത. ലോകത്ത് ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്ത സംസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സിന്ധു നദീതട സംസ്കാരമാണ്, അല്ലെ? സമകാലികരായിട്ട് ഒരുപാട് സംസ്കാരമുണ്ട്, ഈജിപ്ഷ്യൻ, അതുപോലെ ചൈനീസ്, മെസപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളുണ്ട്. പക്ഷെ ലോകത്ത് ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്ത സംസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സിന്ധു നദീതട സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ പരുത്തിക്ക് പിന്നെ എന്താണ് മറ്റുള്ള നഗരങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് സിൻഡോൺ എന്നുള്ള പേരിലായിരുന്നു. സിൻഡോൺ എന്ന് വെച്ചാൽ സിന്ധ്, അല്ലെ? അവർക്ക് അറിയുന്നത് സിന്ധ് എന്നുള്ള രീതിയിലാണ്. അതുപോലെ മെലൂഹ, മെസപ്പൊട്ടോമിയക്കാരെ വിളിച്ചിരുന്നത് മെലൂഹ എന്നാണ്. അപ്പൊ സിന്ധിൽ നിന്ന് വരുന്നത് എന്നുള്ള അർത്ഥത്തില് സിൻഡോൺ എന്നുള്ള പേര് പരുത്തിക്കുണ്ട്. അതുപോലെ നമ്മൾ സംസ്കൃതത്തില് പരുത്തിയെ കർപ്പസ എന്നാണ് വിളിക്കുന്നത്. സംസ്കൃത ഭാഷയിൽ വിളിക്കുന്ന പേരാണ്
കർപ്പസ. അപ്പോൾ ഈ പരുത്തി കൃഷി ആദ്യമായിട്ട് ചെയ്തത് ആരാണ്? സിന്ധു നദീതട വിഭാഗക്കാരാണ്. അതുപോലെ മറ്റു കൃഷി ഇനങ്ങൾ, ഒന്ന് പരുത്തിയാണ്, അത് കൂടാതെ ധാന്യവിളകൾ ഏതൊക്കെയായിരുന്നു? ഗോതമ്പും ബാർലി ആയിരുന്നു പ്രധാനമായിട്ട് കൃഷി ചെയ്തിരുന്നത്. അതുപോലെ ഈ കൃഷിക്ക് അനുയോജ്യമായിട്ട് നല്ല ഫലഭൂയിഷ്ടമായ ഗ്രാമങ്ങൾ, ഇപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, ഗ്രാമങ്ങളിലാണ് കൃഷി ആരംഭിച്ചത് അല്ലെ. ഇപ്പൊ ഫലഭൂയിഷ്ടമായിട്ടുള്ള നല്ല വളക്കൂറുള്ള മണ്ണുള്ള ഗ്രാമങ്ങളായിരുന്നു. ഏക്കൽ മണ്ണുകൾ ഉണ്ടായിരുന്നു, സിന്ധു നദി കൊണ്ടുവരുന്ന ഏക്കൽ മണ്ണ്. അപ്പൊ അത് ആ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിൽ കൃഷി ചെയ്തിട്ടായിരുന്നു അവരെന്ത് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, പരുത്തി, ഗോതമ്പ്, ബാർലിയൊക്കെ കൃഷി ചെയ്തിരുന്നത്. പിന്നെ ജലസേചനത്തിന് കനാൽ സംവിധാനം ഉണ്ടായിരുന്നു അവർക്ക്. ഓക്കെ, വെള്ളം ശേഖരിച്ചു വെച്ച് കനാലിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുക്കി വിടുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അതുപോലെ പലതരം മൃഗപരിപാലനവും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആട്, ചെമ്മരിയാട്, പന്നി, ഇതിനൊക്കെ ഇണക്കി വളർത്തിയിരുന്നു, പരിപാലിച്ചിരുന്നു. അതുപോലെ ഇതിന് ഒരു എവിഡൻസ് എന്നുള്ള രീതിയിൽ, തെളിവ് എന്നുള്ള രീതിയിൽ ആനയുടെയും അതുപോലെ കാണ്ടാമൃഗത്തിന്റെയും ഒക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്? കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ മൃഗം അല്ലെ, സൈന്ധവ ജനത ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ മൃഗം ഏതാണ്? നായയാണ് അല്ലെ. നമുക്ക് ഇണക്കി വളർത്തിയ ഇണക്കമുള്ള മൃഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഏതാണ്? നായ. അതുപോലെ അവർക്ക് അറിയാത്ത മൃഗം, അപ്പൊ ഇത് നമ്മൾ പാർട്ട് 1 ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടതായിരുന്നു. സൈന്ധവ ജനതയ്ക്ക് അറിയാത്ത മൃഗം ഏതാണെന്ന്. കുതിരയാണ് അവർക്ക് അറിയാത്ത മൃഗം. കച്ചവടം. ഗ്രാമങ്ങളില്, ഇപ്പൊ ഗ്രാമങ്ങളാണ് ഭക്ഷണത്തിന്റെ സ്രോതസ് അല്ലെ, അവിടെയല്ലേ കൃഷി ചെയ്യുന്നത്. അതുപോലെ തൊഴിലിന്, പലതരം തൊഴിലിന് വേണ്ടിയും അതുപോലെ ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടിയിട്ടും നഗരവാസികൾ ഇവിടെ ആരെ ആശ്രയിച്ചിരുന്നു? ഗ്രാമങ്ങളിലെ ജനതയെ ആശ്രയിച്ചിരുന്നു. അതുപോലെ ഇങ്ങനെ ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുപോകുന്ന ഭക്ഷ്യവസ്തുക്കളായിക്കോട്ടെ, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എന്തോ ആയിക്കോട്ടെ, അത് നഗരങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് അവരെന്ത് ചെയ്യുന്നു? അവരുടേതായ കഴിവ് ഉപയോഗിച്ച് ആ വസ്തുക്കളെ, ആ അസംസ്കൃത വസ്തുക്കളെ മറ്റ് ഉൽപാദന വസ്തുക്കളാക്കി മാറ്റുന്നു അല്ലെ, മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. എന്നിട്ട് ഈ വസ്തുക്കള് അവര് വിൽക്കാൻ കൊണ്ടുവരുന്നത് എവിടെയാണ്? ഗ്രാമങ്ങളിലാണ്. അപ്പൊ ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുപോയ വസ്തുക്കൾ തന്നെ മറ്റൊരു രൂപത്തിൽ ഗ്രാമങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സമ്പ്രദായം അവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ അവിടെ പണവിനിമയമില്ല. പിന്നെ എന്താണ്? സാധന കൈമാറ്റ വ്യവസ്ഥ അല്ലെങ്കിൽ ഉൽപ്പന്ന കൈമാറ്റ വ്യവസ്ഥയാണ് അല്ലെ, സാധനത്തിന് പകരം സാധനം കൊടുക്കുന്ന സമ്പ്രദായം. അപ്പൊ അതിനെയാണ് നമ്മൾ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ ബാർട്ടർ സമ്പ്രദായമാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. ഉൽപ്പന്ന കൈമാറ്റ വ്യവസ്ഥ എന്നും കൂടി പറയും. നമുക്ക് ചില കേസിൽ എന്ത് കാണുന്നില്ല? ഈ പറഞ്ഞ ബാർട്ടർ സമ്പ്രദായം എന്ന് കാണുന്നില്ല, ഉൽപ്പന്ന കൈമാറ്റ വ്യവസ്ഥ എന്ന് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പൊ അത് ബാർട്ടർ സമ്പ്രദായം തന്നെയാണ്, പണവിനിമയം ഇല്ല അവിടെ. പ്രധാനപ്പെട്ട കച്ചവട മാർഗം എന്ന് പറയുന്നത് കടലാണ്. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ലോഥൽ എന്ന് പറയുന്നത്. ഈ ലോഥൽ പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമായിരുന്നു. മാത്രമല്ല ഇതൊരു തുറമുഖ നഗരമായിരുന്നു. അപ്പൊ കടൽ മാർഗമുള്ള കച്ചവടത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് ലോഥൽ. അപ്പൊ ഇതിന് തെളിവായിട്ട് കിട്ടിയതെന്ന് വെച്ചാല് ഇവിടുന്ന് പായ്ക്കപ്പലിന്റെ കളിമൺ രൂപങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പായ്ക്കപ്പലിന്റെ കളിമൺ രൂപങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏതൊക്കെ നഗരങ്ങളുമായിട്ടായിരുന്നു കച്ചവട ബന്ധം പുലർത്തിയിരുന്നത്? ഈ ഒരു സംസ്കാരം മെസപ്പൊട്ടോമിയക്കാരുമായിട്ട്, ഇറാൻ, മധ്യേഷ്യക്കാരുമായിട്ട്, ബഹ്റൈൻ, അതുപോലെ ഒമാൻ. ഒമാനിൽ നിന്നൊക്കെ ഹാരപ്പൻ നിർമ്മിത ഭരണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, ഹാരപ്പൻ നിർമ്മിത ഭരണി കണ്ടെടുത്ത രാജ്യം ഏതാണ്? ഏതാണ് ഹാരപ്പൻ നിർമ്മിത ഭരണി കണ്ടെടുത്ത രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ഒമാൻ. അപ്പൊ ബഹ്റൈൻ, മധ്യേഷ്യ, ഒമാൻ, അതുപോലെ തന്നെ ഇറാൻ, മെസപ്പൊട്ടോമിയ, ഇവരുമായിട്ടൊക്കെ കച്ചവട ബന്ധം ഉണ്ടായിരുന്നു, കടൽ മാർഗം. അതുപോലെ കയറ്റുമതി ഉണ്ടായിരുന്നു. കയറ്റുമതി അല്ലെ, കയറ്റുമതി എന്ന് വെച്ചാൽ എന്താ? നമ്മള് ഇവിടെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു? മറ്റ് നഗരങ്ങളിലേക്ക് കൊടുക്കുന്നു, കടൽ മാർഗം കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ കയറ്റുമതി ചെയ്ത എന്ന് പറയുന്നത് ചിപ്പിയും മുത്തും കൊണ്ടുള്ള ആഭരണം. ഈ ലോഥൽ എന്ന് പറയുന്നത് ഒരു മുത്ത് നിർമ്മാണ കേന്ദ്രം കൂടിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിർമ്മിക്കുന്ന മുത്ത് അല്ലെ, ഫാക്ടറി എന്നൊന്നും പറയാൻ പറ്റില്ല, അപ്പൊ അവിടെ വ്യവസായശാലകളിൽ നിർമ്മിക്കുന്ന മുത്ത്, അതുപോലെ ചിപ്പിയൊക്കെ കൊണ്ട് ആഭരണം ഉണ്ടാക്കി ആ ആഭരണം കടൽ മാർഗം കയറ്റുമതി ചെയ്തിരുന്നു. അതുപോലെ ആനക്കൊമ്പ്, ശില്പങ്ങള്, സ്വർണം,
സുഗന്ധദ്രവ്യങ്ങള്, ലാപ്പിസ് ലസുലി, ഇത് ഒരിനം കല്ലാണ്, ഒരു പ്രത്യേക ഇനം കല്ലാണ് ലാപ്പിസ് ലസുലി. അപ്പൊ ഇത് നമ്മള് ഹാരപ്പൻ ജനത കയറ്റുമതി ചെയ്തതാണ്, ഹാരപ്പയിലുള്ളതാണ്. അതുപോലെ അളവുകളും അതുപോലെ തന്നെ തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു. ഓക്കെ, കൃത്യമായിട്ട് അളന്നിട്ട് ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം കൊടുക്കുകയാണെങ്കിലും കൃത്യമായ അളവുകളും അതിനു വേണ്ടിയിട്ടുള്ള തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു. അളവുകൾക്കും തൂക്കങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യ എന്ന് പറയുന്നത് 16 ആയിരുന്നു. 16. കരകൗശല വസ്തുക്കളും തൊഴിൽ കൂട്ടങ്ങളും. അപ്പൊ കൗശല വസ്തുക്കളുടെ നിർമ്മിതിയിൽ അവര് എന്താണ് അഗ്രഗണ്യരായിരുന്നു. അത് തെളിയിക്കുന്നതാണ് മൺപാത്രങ്ങൾ, ഓരോ അലങ്കാര പണികളൊക്കെ ചെയ്തിട്ട് മൺപാത്രങ്ങൾ അവർ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. അതുപോലെ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ അല്ലെ, കളിമണ്ണിനെ കൊണ്ട് പലതരം രൂപങ്ങൾ, ഇപ്പൊ ലോതലില് പായ്ക്കപ്പലിന്റെ രൂപം കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ആന അല്ലെ, ആനയുടെ കാണ്ടാമൃഗത്തിന്റെ ഒക്കെ കളിമൺ രൂപങ്ങൾ, അവയൊക്കെ ഇണക്കി വളർത്തിയിരുന്നു എന്നതിന്റെ തെളിവായിട്ട്. അപ്പൊ അങ്ങനെ പലതരം മൃഗങ്ങളുടെയും കളിമൺ രൂപങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരുടെ കഴിവുകൾ അല്ലെ, അലങ്കാര പണികൾ അല്ലെങ്കിൽ കരകൗശല പിന്നെ അതിൽ ആ കരകൗശലത്തിൽ അവർ എത്രത്തോളം കഴിവുള്ളവരാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ ആഭരണ നിർമ്മിതി. ആഭരണം നിർമ്മിക്കാൻ സാധാരണ രീതിയിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? സ്വർണം അല്ലെ. അപ്പൊ അവരും അതുപോലെ സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ലോഹം, അവരാദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാ? ചെമ്പ് അല്ലെ. അതുപോലെ ഈ ചെമ്പ് വെളുത്തിയുമായിട്ട് മിക്സ് ചെയ്തിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കിയ വെങ്കലം, ഇതുകൊണ്ടൊക്കെ ആഭരണങ്ങൾ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചെമ്പ് കൊണ്ട്, വെങ്കലം കൊണ്ടൊക്കെ ആഭരണങ്ങൾ. പിന്നെ വളകള്, വളകളും ഇതുപോലെ തന്നെ എന്താണ് വെങ്കലം കൊണ്ടുള്ള വളകൾ ഉണ്ടായിരുന്നു. അതുപോലെ കളിമണ്ണ് കൊണ്ട് വളകളുടെ രൂപത്തിൽ കളിമണ്ണുകൾ കൊണ്ട് പിന്നെ വളകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആമത്തോടുകൾ, ചെറിയ ആമത്തോടുകൾ വളകളായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും ചില ആദിവാസി വിഭാഗങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ലോഹ നിർമ്മിതി അല്ലെ, അവര് നിർമ്മിച്ച ലോഹങ്ങളാണ് നമ്മളെ ചെമ്പ്. ഒന്ന് ചെമ്പ് അല്ലെ, ഈ ചെമ്പ് വെളുത്തിയുമായിട്ട് ചേർത്തിട്ടുണ്ടാക്കിയ ലോഹം ഏതാ? വെങ്കലം. അപ്പൊ ചെമ്പ്, ഈയം, വെങ്കലം, ഇതൊക്കെ അവര് നിർമ്മിച്ചതാണ്. ഇതുകൂടാതെ തകരം, തകരത്തിന് വേറൊരു പേരും കൂടിയുണ്ട്. എന്താണ്? നമ്മൾ ടിൻ എന്ന് പറയും അല്ലെ, തകരം അഥവാ ടിൻ. ഈ 4 തരം ലോഹങ്ങളും അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പണ്ട് കാലത്താണ് അല്ലെ. അപ്പോൾ ചെമ്പ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, ഈയം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് വെങ്കലം ഉണ്ടാക്കി, തകരം അഥവാ ടിൻ ഉണ്ടാക്കി. ഇതൊന്നും പോരാതെ സ്വർണവും വെള്ളിയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രണ്ടും കൂടി ചേർത്തിട്ട് പുതിയൊരു ലോഹക്കൂട്ട് അവർ കണ്ടുപിടിച്ചു. അതിന്റെ പേരാണ് ഇലക്ട്രം. അപ്പൊ നമ്മുടെ ഹാരപ്പൻ ജനതയ്ക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രം അല്ലെ. അവർ കണ്ടുപിടിച്ചതാണ് ഇലക്ട്രം, സ്വർണവും വെള്ളിയും കൂട്ടിച്ചേർത്തിട്ടുള്ള ലോഹക്കൂട്ട്. അതുപോലെ വെങ്കലം നിർമ്മിച്ചത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ, ചെമ്പും വെളുത്തിയവും ചേർത്തിട്ടാണ്. ചെമ്പ് കിട്ടിയത് രാജസ്ഥാനിൽ നിന്നാണ്. ഓക്കെ, ഇപ്പൊ രാജ എന്ന് പറയുന്നത് രാജസ്ഥാനാണ് കേട്ടോ. രാജസ്ഥാനിലെ ഖേത്രി ഖനിയിൽ നിന്നാണ് ചെമ്പ് അവര് എടുത്തു കൊണ്ടുവന്നത്. അതുപോലെ മധ്യേഷ്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും, AFG എന്ന് ചുരുക്കി എഴുതിയതാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്തായാലും നമ്മൾ ഇങ്ങനെ ഒരുപാട് നീട്ടി വലിച്ച് എഴുതാതെ നമ്മളതായ രീതിയിൽ ഒരു ചെറിയ കോഡ്, ഒരു ചുരുക്കെഴുത്ത് കൊടുക്കുകയാണെങ്കിൽ പഠനം എളുപ്പമായിരിക്കും. അപ്പൊ ആ രീതിയിൽ AFG എന്ന് ഉദ്ദേശിക്കുന്നത് അഫ്ഗാനിസ്ഥാനെയാണ്. അതുപോലെ രാജ എന്ന് എഴുതിയ രാജസ്ഥാനിന്. അപ്പൊ അങ്ങനെ ചുരുക്കി ചുരുക്കി എഴുതുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ ചെമ്പ് രാജസ്ഥാനിലെ ഖേത്രി ഖനിയിൽ നിന്ന്, അതുപോലെ വെളുത്തീയം എവിടെ നിന്നാണ് കിട്ടിയത്? മധ്യേഷ്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും. അതുപോലെ മുത്ത് നിർമ്മാണത്തിൽ അവര് കഴിവ് തെളിയിച്ചിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ലോത്തൽ. ലോത്തൽ എന്താണ്? ഒരു മുത്ത് നിർമ്മാണ കേന്ദ്രമാണ് ലോത്തൽ എന്ന് പറയുന്നത്. ഇനി തൊഴിൽ കൂട്ടങ്ങളെ കുറിച്ചിട്ട് പറയാം. തൊഴിൽ കൂട്ടങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എന്തായിരിക്കും അവരുടെ തൊഴില്? ഗ്രാമത്തിലുള്ളവർ എന്താ ചെയ്ത്, ഏത് സംസ്കൃതിപ്പെട്ടവനായാലും അവരുടെ അടിസ്ഥാനമായ തൊഴിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൃഷിയായിരിക്കും അല്ലെ. ഇവിടെ അങ്ങനെ തന്നെ കൃഷി. പിന്നെ വേറെ ഏതാണ് നമ്മൾ പറഞ്ഞത്? നെയ്ത്ത് അല്ലെ. നമ്മൾ പറഞ്ഞു കൃഷിയിൽ പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്, പരുത്തിയും ഗോതമ്പും ബാർലിയും ഒക്കെ. അപ്പൊ പരുത്തി എന്ന് പറയുമ്പോൾ അത് നെയ്തിട്ട് നമുക്ക് വസ്ത്രം ഉണ്ടാക്കാമല്ലോ, അപ്പൊ നെയ്ത്ത്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ കളിമൺ പാത്ര നിർമ്മാണം അല്ലെ, കളിമണ്ണ് കൊണ്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്ക് ഇതിന്റെ കൂടെ കൂട്ടാം. പക്ഷെ അവർക്ക് അത്ര പരിചയമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് അത്ര താല്പര്യമില്ലാത്തത് എന്ന് പറയുന്നത് ആയുധ നിർമ്മാണത്തിലായിരുന്നു.
ആയുധ നിർമ്മാണത്തിൽ മാത്രം അവരധികം താല്പര്യം കാണിച്ചില്ല. അത് പിന്നെ അവർക്ക് വിനയായി. പുറമേ നിന്നുള്ള ആക്രമണം വന്നപ്പോൾ ചെറുത്തു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നശിച്ചു പോയൊരു സംസ്കാരമാണ് ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇവർക്ക് അറിയാത്ത ലോഹം ഏതാണ്? ഇരുമ്പിനെ കുറിച്ച് യാതൊരുവിധ അറിവും ഈ പറഞ്ഞിരിക്കുന്ന ഹാരപ്പൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇനി ലിപി ഏതാണ്? അതുപോലെ എഴുത്ത് വിദ്യ അല്ലെ. ലിപി എന്ന് പറയുന്നത് ചിത്രലിപിയാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ചിത്രലിപി. അപ്പൊ അത് വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, പിക്ടോഗ്രാഫ്. ചിത്രലിപി അഥവാ പിക്ടോഗ്രാഫ്. മറ്റൊരു സംസ്കാരത്തിലും കൂടി നമുക്ക് ഈ ചിത്രലിപിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. നിങ്ങളെ ഇന്നത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഏത് സംസ്കാരത്തില്, മറ്റ് ഒരു സമകാലിക സംസ്കാരത്തില് ചിത്രലിപി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് ഏതാണ് ആ സംസ്കാരം എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. അതുപോലെ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത് ബൂസ്ട്രോഫിഡോൺ എന്നാണ്. ഓക്കെ, ബൂസ്ട്രോഫിഡോൺ എന്നുള്ളതാണ് എഴുത്ത് വിദ്യ. അപ്പൊ നമുക്കറിയാം ഹാരപ്പൻ ജനത പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കണ്ടെത്തലുകൾ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചു അല്ലെ, പരുത്തി ആദ്യമായിട്ട്, ലോകത്ത് ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്തു, അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തവരാണ് അല്ലെ. അപ്പൊ അതുപോലെ ആലോചിച്ചത് നമ്മളിപ്പം എന്താണ് നല്ല ഇങ്ങനെ ബൂസ്റ്റ് കുടിച്ച എനർജിയിൽ ചെയ്യുന്നത് പോലെയാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്തത് അല്ലെ. അപ്പൊ അവരുടെ എഴുത്ത് വിദ്യ അതുപോലെ തന്നെയാണ്, ബൂസ്ട്രോഫിഡോൺ. ഏതാണ്? ബൂസ്ട്രോഫിഡോൺ. പക്ഷെ ഈ എഴുത്ത് വിദ്യന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് പിന്നെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അറബിക്കല്ല എഴുതുന്നില്ലേ, അപ്പൊ അതുപോലെ റൈറ്റ് എന്ന് ലെഫ്റ്റിലേക്ക്. അപ്പൊ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, റൈറ്റ് എന്ന് ലെഫ്റ്റിലേക്ക് വായിക്കുന്ന രീതിയിലാണ് ആദ്യത്തെ വരി. രണ്ടാമത്തെ വരി നേരെ തിരിച്ചിട്ടാണ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക്. അതുപോലെ അടുത്തത് ഇതുപോലെ തന്നെ. അപ്പൊ ഈ ഒരു രീതിയിൽ, അതായത് ആദ്യത്തെ വരി വലത്തുനിന്ന് ഇടത്തോട്ടേക്ക്, പിന്നെ ഇടത്തുനിന്ന് വലത്തോട്ട്, വലത്തുനിന്ന് ഇടത്തോട്ട്, ഈ രീതിയിലാണ് ആ ഒരു ലിപി എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ എഴുത്ത് രീതി എന്നൊക്കെ പറയുന്നത് ദ്രാവിഡ ലിപിയുമായിട്ട് ചെറിയൊരു സാമ്യത ഉണ്ടെങ്കിൽ, പക്ഷെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് വായിച്ചെടുക്കാൻ. പുരാലിഖിത ശാസ്ത്രജ്ഞനായിട്ടുള്ള പ്രശസ്തനായ പുരാലിഖിത ശാസ്ത്രജ്ഞനാണ് ഐരാവതം മഹാദേവൻ. അപ്പൊ അദ്ദേഹമൊക്കെ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ ഇന്നേ വരെ ഈ ഒരു ലിപി വായിച്ചെടുക്കാൻ ആർക്കും സാധിച്ചിട്ടുണ്ടായില്ല. അപ്പൊ അതാണ് ബൂസ്ട്രോഫിഡോൺ എന്ന് പറയുന്ന ലിപി. ഹാരപ്പൻ മുദ്രകള്, മികച്ച കലാവൈഭവം പ്രകടമാകുന്ന ഒന്നാണ് ഹാരപ്പൻ മുദ്രകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇതിനൊരു പ്രതലം വേണമല്ലോ അല്ലെ. ഒരു പ്രതലത്തിൽ ഇങ്ങനെ കോറിയിട്ടിട്ടല്ലേ നമ്മൾ മുദ്രകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ പ്രതലം എന്ന് പറയുന്നത് ഒന്നുകിൽ കളിമണ്ണായിരിക്കും, അല്ലെങ്കിൽ ചെമ്പ്, അല്ലെങ്കിൽ ആനക്കൊമ്പിൽ അവർ കോറിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേകതരം ശിലയിലും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ശിലയാണ് സ്റ്റീറൈറ്റ്, അല്ലെങ്കിൽ ചില പുസ്തകങ്ങൾ നമുക്ക് സ്റ്റിയറ്റൈറ്റ് എന്ന് കാണാം കേട്ടോ. സ്റ്റീറൈറ്റ് ആയാലും സ്റ്റിയറ്റൈറ്റ് ആയാലും ഉദ്ദേശിക്കുന്ന ഒരേ ശിലകളാണ്. അതായത് ഹാരപ്പൻ മുദ്രകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച പ്രതലം അല്ലെ. ഏതെങ്കിലും ഒന്നിൽ വേണ്ടേ. ഇപ്പൊ നമ്മൾ അറിയാം, നമുക്കിപ്പോ കറൻസി അല്ലെ, കറൻസി എന്ന് പറയുന്ന ആ ഒരു പേപ്പർ അല്ലേ. അപ്പൊ അതുപോലെ മുദ്ര ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം, ഒരു പ്രതലം ആവശ്യമാണ്. ആ പ്രതലം എന്ന് പറയുന്നത് കളിമണ്ണാവാം, ചെമ്പാവാം, ആനക്കൊമ്പാവാം, അല്ലെങ്കിൽ സ്റ്റീറൈറ്റ് അല്ലെങ്കിൽ സ്റ്റിയറ്റൈറ്റ് എന്നറിയപ്പെടുന്ന ശിലകളാവാം. അപ്പൊ ഇതിൽ വെണ്ണക്കല്ലുകൊണ്ടാണ് കോറിയിട്ടിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? വെണ്ണക്കല്ലുകൊണ്ട്. അപ്പൊ ആ ശിലകളിൽ നല്ല വെണ്ണക്കല്ലുകൊണ്ട് ഇങ്ങനെ ഒരസി ഒരസി കോറി മിനുസപ്പെടുത്തി അങ്ങനെ ആലേഖനം ചെയ്യാം. അതിന് നമ്മൾ ആലേഖനം ചെയ്യാന്നല്ലേ പറയാ. വെണ്ണക്കല്ലുകൊണ്ട് ഇങ്ങനെ കൊത്തി കൊത്തി ആലേഖനം ചെയ്യാം. അങ്ങനെ ചില നമുക്ക് പരിചയമില്ലാത്ത, വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, ചിത്രലിപികളിൽ ഉൾപ്പെട്ട ചിഹ്നങ്ങൾ. അതുപോലെ മൃഗചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഇത് കണ്ടെത്തിയത്, ഈ ഹാരപ്പൻ മുദ്രകളെ കണ്ടെത്തിയത് മറ്റാരുമല്ല, അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഈ മുദ്രകളിൽ ഏറ്റവും കൂടുതൽ കണ്ട മൃഗം എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക മൃഗമായിരുന്നു. അതാണ് യൂണിക്കോൺ. നമുക്കറിയില്ലേ, ഒറ്റക്കൊമ്പുള്ള വെളുത്ത കുതിര അല്ലെ, പറക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ കുട്ടികൾക്കൊക്കെ കാർട്ടൂണിലൊക്കെ, നമുക്ക് ചില കാർട്ടൂണുകളിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ യൂണിക്കോൺ ആണ് ഹാരപ്പൻ മുദ്രകളിൽ കൂടുതലായിട്ട് കണ്ട മൃഗം എന്ന് പറയുന്നത്. അതുപോലെ ഇതിൽ ഭൂരിഭാഗവും കച്ചവട മുദ്രകളായിരുന്നു, കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ മെസപ്പൊട്ടോമിയക്കാരുമായിട്ടൊക്കെ നമുക്ക് നല്ല കച്ചവട ബന്ധമായിരുന്നു. അപ്പൊ അത് തെളിയിക്കുന്ന രീതിയിൽ മെസപ്പൊട്ടോമിയെന്ന് നമുക്ക് നമ്മുടെ ഹാരപ്പൻ മുദ്രകൾ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടുകിട്ടിയ നഗരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മെസപ്പൊട്ടോമിയയുടെ ആദ്യ നഗരം എന്നറിയപ്പെടുന്ന ഉർ ആണ്. ഉർ, അസ്മർ, ലഗാഷ്, കിഷ്, ടെൽ, സിസ, ഈ നഗരങ്ങളിൽ നിന്നാണ്. ഉർ, അസ്മർ,
അല്ല, ഇത് തമ്മിലൊരു കണക്ഷൻ ഇല്ലേ? ആ രീതിയിൽ പഠിക്കുക. ഒരു അസ്മർ, ലഗാഷ്, കിഷ്, അതുപോലെ ടെൽ, സുസ. അപ്പൊ ഈ നഗരങ്ങളിൽ നിന്നാണ്, ഈ 6 നഗരങ്ങളിൽ നിന്നാണ് ഹാരപ്പൻ മുദ്രകൾ ലഭിച്ചത്. അതായത് അവരുമായിട്ട് നമുക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ മുദ്രകൾ. അതുപോലെ അവരുടെ കലാവൈഭവം, നിർമ്മാണ വൈഭവം ഒക്കെ തെളിയിക്കുന്നതാണ്. വിശ്വാസ രീതികൾ. ഇവർക്ക് ശിവലിംഗാരാധന ഉണ്ടായിരുന്നു എന്നതിന്റെ ആദ്യ തെളിവ് ഇവിടുന്നാണ് കിട്ടിയത്. അപ്പോൾ ശിവലിംഗാരാധനയുടെ ആദ്യ തെളിവ് നൽകിയ സംസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരമാണ്. അതുപോലെ അവർ ആരാധിച്ചിരുന്ന പ്രധാന ദേവത എന്ന് പറയുന്നത് മാതൃദൈവമായിരുന്നു. അപ്പൊ അതിന് തെളിവായിട്ട് സ്ത്രീ രൂപത്തിലുള്ള ഒരുപാട് ഉണ്ടാക്കിയ സ്ത്രീ രൂപങ്ങളെ കിട്ടിയിട്ടുണ്ട്, കളിമൺ രൂപങ്ങൾ. അപ്പൊ അതൊക്കെ തെളിയിക്കുന്നത് അവർക്ക് മാതൃദൈവ ആരാധന ഉണ്ടായിരുന്നു എന്നും അതുപോലെ മാതൃദൈവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർക്ക് എന്താണ് ഫലഭൂയിഷ്ടമായിട്ടുള്ള കൃഷിയിടം കിട്ടിയത്. അവരുടെ ഫലഭൂയിഷ്ഠതയ്ക്ക് കാരണം മാതൃദൈവമാണ് എന്നുള്ള വിശ്വാസം നിലനിന്നിരുന്നു. അതുപോലെ അവരുടെ ആരാധനാ മൂർത്തികൾ എന്ന് പറയുന്നത് ഒന്ന് പശുപതി മഹാദേവനായിരുന്നു. അപ്പോൾ ആദിമ ശിവൻ എന്നും അറിയപ്പെടുന്നുണ്ട്, പ്രോട്ടോ ശിവ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് പുരുഷ രൂപങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഹാരപ്പൻ സംസ്കാരത്തിന്റെ തെളിവുകളായിട്ട്. ഈ പുരുഷ രൂപത്തിലുള്ള ശില്പങ്ങളൊക്കെ ആദിമ ശിവന്റെ രൂപങ്ങളാണ് എന്നാണ് ചരിത്രകാരന്മാര് പറയുന്നത്. അപ്പൊ ഇതേപോലെയുള്ള രൂപങ്ങൾ കൊത്തിയെടുത്ത സീലുകൾ, അത് സീലുകൾ തന്നെയാണ് മുദ്രകൾ. അപ്പൊ അത് നമുക്ക് മോഹൻജൊദാരോവിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തെളിയിക്കുന്നത് എന്താണ്? അവർക്ക് എന്താണ് ആദിമ ശിവനെ അവര് ആരാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അവരാരാധിച്ചിരുന്ന മറ്റ് ആരാധനാ മൂർത്തികൾ എന്ന് പറയുന്നത് മുഴയൻ കാള, പുറത്ത് മുഴയുള്ള കാളയില്ലേ, അതുപോലെ പ്രാവിനെ ആരാധിച്ചിരുന്നു, സർപ്പം, ലിംഗവും യോനിയും, യൂണിക്കോൺ, അഗ്നി ആരാധന എന്ന് വെച്ചാൽ പൂജകളാണ്. അപ്പൊ അവര് പൂജ ചെയ്തിരുന്നു, അഗ്നി ഉപയോഗിച്ച് പൂജ ചെയ്തിരുന്നു, ഹോമകുണ്ടമൊക്കെ വെച്ചിട്ടുള്ള പൂജ ചെയ്തിരുന്നു എന്നതിന്റെ തെളിവ് കിട്ടിയത് 2 നഗരങ്ങളിൽ നിന്നാണ്, കാലിബംഗൻ, ലോഥൽ. അപ്പൊ ഇവിടെയുള്ള അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെ ഇതുപോലെ ഹോമകുണ്ടമൊക്കെ സെറ്റ് ചെയ്തിട്ട് പൂജ ചെയ്തതിന്റെ തെളിവ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അവരുടെ വിശ്വാസ രീതികൾ എന്ന് പറയുന്നത്. സാമൂഹിക വ്യവസ്ഥ അവസാനത്തെ ഒരു പൊതുസവിശേഷതയാണ് ഇത് കേട്ടോ. ഇനി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത് സമത്വത്തിലൂന്നിയ സാമൂഹിക വ്യവസ്ഥയാണ്. അത് സ്ത്രീ പുരുഷ സമത്വം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള പൊതുസവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഏകദേശം BC 1700 ആവുമ്പോഴേക്കും ഈ ഒരു സംസ്കാരം ക്ഷയിച്ചു പോയി. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഓരോ ചരിത്രകാരന്മാര് ഇന്നതാണ് കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് വെവ്വേറെയായിട്ട് പഠിക്കണം. പ്രകൃതി ദുരന്തങ്ങളായിരുന്നു കാരണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് GF ഡെയിൽസ്. അപ്പൊ ഡെയിൽസ് ആണ് പറഞ്ഞത് എന്താണ്, കുറെ ഡിസാസ്റ്റേഴ്സ് അല്ലെ, ഡെയിൽസ് അങ്ങനെ ആലോചിച്ചാൽ മതി. പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെ, ഡിസാസ്റ്റേഴ്സ് ഡി കണക്റ്റഡ് ടു ഡെയിൽസ് അല്ലെ. അപ്പൊ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെയിൽസ് ആണ്. ഏത് ഡെയിൽസ് ആണ്? GF ഡെയിൽസ്. ഓക്കെ, അതായത് വെള്ളപ്പൊക്കം ഉണ്ടായാൽ എന്താ സംഭവിക്കുക? കൃഷിയിടത്തിലൊക്കെ വെള്ളം കയറി, ഉപ്പുവെള്ളമൊക്കെ കയറി വ്യാപകമായിട്ടുള്ള കൃഷിനാശം ഉണ്ടായി. അപ്പൊ അങ്ങനെ വേറൊരു നിവൃത്തിയില്ലാതെ അവര് പിന്നെ വനത്തിലുള്ള വനവിഭവങ്ങൾ ശേഖരിക്കാനും അങ്ങനെ വനത്തെ ആശ്രയിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം അത് വന നശീകരണത്തിന് കാരണമായി. ഇതൊന്നും കൂടാതെ വെള്ളപ്പൊക്കം ഉണ്ടായാലുണ്ടാവുന്ന പ്രശ്നം എന്താ? പകർച്ചവ്യാധി. ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഈ ഒരു സംസ്കാരം നശിച്ചു പോയതെന്നാണ് GF ഡെയിൽസ് അഭിപ്രായപ്പെട്ടത്. അതേ സമയത്ത് സിന്ധു നദി ഗതിമാറി ഒഴുകി വഴിമാറി ഒഴുകി, അതിന്റെ പോഷക നദികളും അപ്പൊ വഴിമാറുമല്ലോ. അങ്ങനെ ഇവിടെ ജലം കിട്ടാതെയായി, ജലസേചനത്തിനുള്ള ഒരു സൗകര്യമില്ലാത്ത അവസ്ഥയിൽ കൃഷിയൊക്കെ നശിച്ച് അങ്ങനെയാണ് ഈ ഒരു സംസ്കാരം നശിച്ചത് എന്നാണ് നമ്മുടെ സർ ജോൺ മാർഷൽ, നമുക്കറിയാം അല്ലെ, സർ ജോൺ മാർഷൽ 921 ഉത്ഖനന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇദ്ദേഹമായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സർ ജോൺ മാർഷലും അതുപോലെ മറ്റുള്ള 2 ചരിത്രകാരന്മാര് HA ലാംബ്രിക്, EJH മക്കേ. ഓക്കെ, മാർഷലും മക്കയും ലാംബ്രിക്കും, അപ്പൊ ഇവര് പറഞ്ഞത് എന്താ വെച്ചാൽ സിന്ധു നദി വഴിമാറി ഒഴുകിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുപോലെ ആര്യന്മാരുടെ വരവ്, അതായത് പുറമേ നിന്നുള്ള ആക്രമണം,
അല്ലെ? ദ്രാവിഡ സംസ്കാരമാണിത്. ആര്യന്മാര് പുറത്തുനിന്ന് വന്നവരാണ്. അപ്പൊ ആര്യന്മാരോട് വരവോടുകൂടിയാണ് അതിനെ ചെറുത്ത് നിൽക്കാനുള്ള കെൽപ്പ് ഇവർക്കില്ലല്ലോ. കാരണം ഇവര് മറ്റുള്ള എല്ലാ കൃഷിയുണ്ട്, എല്ലാ കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ ആയുധ നിർമ്മാണത്തിൽ അത്ര വൈദഗ്ധ്യം കാണിച്ചിട്ടില്ല, താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ തോൽപ്പിക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെ ആര്യന്മാരുടെ കടന്നാക്രമണത്തോടു കൂടി നശിച്ചു പോയതാണ് ഈ ഒരു സംസ്കാരം എന്നാണ് പ്രശസ്ത ചരിത്രകാരനായിട്ടുള്ള മോർട്ടിമർ വീലർ അവകാശപ്പെടുന്നത്. ഇതാണ് ഈ ഒരു സിന്ധു നദീതട അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളായിട്ട് ചരിത്രകാരന്മാര് അടയാളപ്പെടുത്തുന്നത്. ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പൊതുസവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം ഇനി ഒരു ക്ലാസ് കൂടി നമുക്ക് വേണം. അതായത് പിന്നെ പല നഗരങ്ങളുണ്ട് അല്ലെ? ഹാരപ്പ, മോഹൻജൊദാരോ പോലെയുള്ള നഗരങ്ങള്, കാലിബംഗൻ, ലോഥൽ, ഈ നഗരങ്ങള്, അവരുടെ സവിശേഷതകള്, അതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.